ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തെക്കുറിച്ചാണ്. ബൈബിളുള്ളവർ ദയവായിട്ട് തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം ശലോമോന്റെ ഭരണത്തിന്റെ മഹത്വവും സമ്പത്തും ജ്ഞാനവും അതിൻ്റെ പരമാവധിയിലെത്തിയ കാലഘട്ടത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഷേബ രാജ്ഞി ശലോമോനെ സന്ദർശിക്കുന്നതും അവൻ്റെ ജ്ഞാനം പരീക്ഷിക്കുന്നതും അവൻ്റെ സമ്പത്തും രാജകീയ മഹത്വവും കാണുന്നതും തുടർന്ന് അവനെ അനുഗ്രഹിക്കുകയും വിലയേറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. തുടർന്ന് ശലോമോന്റെ സമ്പത്ത്, വ്യാപാരം, രാജകീയ പ്രതാപം, ഭരണകാലം, മരണം എന്നിവ വിവരിക്കുന്നുണ്ട്. ആദ്യ നോട്ടത്തിൽ ഇത് ഒരു വിജയകരമായ രാജാവിൻ്റെ ചരിത്രം പോലെ തോന്നാം. എന്നാൽ ദൈവശാസ്ത്രപരമായി വായിക്കുമ്പോൾ ഈ അധ്യായം ദൈവിക ജ്ഞാനം, സാക്ഷ്യം, സമ്പത്ത്, നേതൃത്വം, പ്രശസ്തി, മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരത എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനമായ പാഠം ഇതാണ്: ദൈവം നൽകുന്ന ജ്ഞാനവും അനുഗ്രഹവും മനുഷ്യന്റെ മഹത്വത്തിനായി മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിനു മുമ്പിൽ പ്രകടമാക്കുന്നതിനും കൂടെയാണ്. ഷേബ രാജ്ഞിയുടെ സന്ദർശനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഷേബ രാജ്ഞി ശലോമോന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് അവനെ സന്ദർശിക്കുവാനായി എത്തുന്നു. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 1-ാം വാക്യം. അവൾ ദൂരദേശത്തു നിന്ന് യെരുശലേമിലേക്ക് വന്നത് വെറും കൗതുകത്താൽ മാത്രമല്ല, ശലോമോന്റെ ജ്ഞാനം യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാനാണ് അവൾ വന്നത്. ഇവിടെ ഒരു പ്രധാന ആത്മീയ സത്യത്തെ കാണാം. കേൾവി വിശ്വാസത്തിലേക്കുള്ള ആദ്യപടിയായിരിക്കാം, എന്നാൽ അനുഭവമാണ് അതിനെ ഉറപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലോകം കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയാകില്ല. സഭയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും നീതിയും യഥാർത്ഥമായി കാണപ്പെടണം. ഇവിടെ ശലോമോന്റെ ജ്ഞാനം പരീക്ഷിക്കപ്പെടുകയാണ്. ഷേബ രാജ്ഞി ശലോമോനോട് കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ചു. ശലോമോൻ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. അവന് മറുപടി പറയാൻ കഴിയാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശലോമോന്റെ ജ്ഞാനം മനുഷ്യബുദ്ധിയുടെ മാത്രം ഫലമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൽ ശലോമോൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചിരുന്നു. അതുകൊണ്ട് 9-ാം അധ്യായത്തിൽ കാണുന്ന ജ്ഞാനം ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനത്തിൻ്റെ ഫലമാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണം. ഇവിടെ കണ്ടതിനേക്കാൾ അധികമാണ് കേട്ടത്. ഷേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവൾ യെരുശലേമിലെത്തി നേരിട്ട് കണ്ടപ്പോൾ കേട്ടതിനേക്കാൾ വളരെയധികമാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞു. അവൾ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ശലോമോന്റെ ജ്ഞാനത്തെയും രാജകൊട്ടാരത്തിൻ്റെ ക്രമീകരണത്തെയും ഭക്ഷണത്തിൻ്റെ സമൃദ്ധിയെയും ഉദ്യോഗസ്ഥരുടെ ക്രമത്തെയും ദാസന്മാരുടെ സേവനത്തെയും വസ്ത്രധാരണത്തെയും പാനപാത്രങ്ങളെയും ദേവാലയത്തിലേക്കുള്ള പ്രവേശന രീതിയെയുമാണ്. അവൾ പറഞ്ഞത് താൻ കേട്ട വാർത്തയുടെ പകുതി പോലും യാഥാർത്ഥ്യത്തെ വിവരിച്ചിരുന്നില്ല എന്നാണ്. ഇവിടെ സഭയ്ക്കുള്ള വലിയൊരു വെല്ലുവിളി എന്തെന്നാൽ, നമ്മെക്കുറിച്ച് ആളുകൾ കേൾക്കുന്നതിനേക്കാൾ നമ്മിൽ അവർ കാണുന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ വിശ്വാസം വാക്കുകളിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെയും തെളിയണം. ഇവിടെ ഷേബ രാജ്ഞിയുടെ വിസ്മയം ഒരു സാക്ഷ്യത്തിൻ്റെ ശക്തിയാണ്. ഷേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനവും ഭരണവും കണ്ടപ്പോൾ വിസ്മയിച്ചു. എന്നാൽ അതിലും പ്രധാനമായി അവൾ യഹോവയെ സ്തുതിച്ചു. അവൾ ശലോമോന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെയാണ് ശലോമോന്റെ യഥാർത്ഥ ദൗത്യം വെളിപ്പെടുന്നത്. ശലോമോന്റെ ജ്ഞാനം അവനെ മഹാനാക്കിയെങ്കിലും അതിൻ്റെ അന്തിമ ലക്ഷ്യം ഇസ്രായേലിന്റെ ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം
ആളുകൾ നമ്മെ പ്രശംസിക്കുന്നതിലല്ല, നമ്മിലൂടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ്. നിന്റെ ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശെബാരാജ്ഞി പറയുന്നുണ്ട്. ശെബാരാജ്ഞി ശലോമോനോട് പറഞ്ഞ പ്രധാന വാക്കുകളിൽ ഒന്നാണ് അവന്റെ ദൈവം അവനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്നും അവനെ രാജാവാക്കിയെന്നും. ഇത് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവിക വിളിയും തമ്മിലുള്ള ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നത്. ശലോമോന്റെ ജ്ഞാനവും സ്ഥാനവും സമ്പത്തും അവന്റെ വ്യക്തിപരമായ കഴിവിന്റെ മാത്രം ഫലമല്ല, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അനുഗ്രഹം ലഭിക്കുമ്പോൾ മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് സ്വയം മഹത്വപ്പെടുത്തുകയല്ല, അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സമ്പത്തും മഹത്വവും. അധ്യായത്തിന്റെ വലിയൊരു ഭാഗം ശലോമോന്റെ സമ്പത്തിനെ കുറിച്ചാണ്. അവന് ലഭിച്ചിരുന്നത് വലിയ അളവിലുള്ള സ്വർണം, വിലയേറിയ കല്ലുകൾ, ആനക്കൊമ്പ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിലയേറിയ വസ്തുക്കൾ, വ്യാപാരത്തിലൂടെ ലഭിച്ച സമ്പത്ത്, കുതിരകളും രഥങ്ങളും രാജകീയ ഉപകരണങ്ങളും വസ്തുക്കളും. അവന്റെ സമ്പത്ത് മറ്റുള്ള രാജാക്കന്മാരെക്കാൾ അധികമായിരുന്നു. എന്നാൽ ബൈബിൾ ഈ സമ്പത്തിനെ വെറും ഭൗതിക വിജയമായി അവതരിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ ഒരു രാജ്യത്തിന്റെ സമൃദ്ധിയിലേക്ക് നയിക്കാമെന്ന് ഇത് കാണിക്കുന്നു. എങ്കിലും ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു ആത്മീയ ജാഗ്രത ആവശ്യമാണ്. സമ്പത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു രൂപമായിരിക്കാം, എന്നാൽ സമ്പത്ത് ദൈവസന്നിധിയുടെയും വിശ്വാസത്തിന്റെയും അളവുകോൽ അല്ല. സ്വർണത്തിന്റെ സമൃദ്ധിയും ആത്മീയ മുന്നറിയിപ്പും നോക്കുമ്പോൾ ശലോമോന്റെ കാലത്ത് സ്വർണം വളരെയധികമായിരുന്നു. രാജാവിന്റെ പാനപാത്രങ്ങൾ പോലും സ്വർണമായിരുന്നു. ഇത് രാജകീയ സമൃദ്ധിയുടെ പ്രതീകമാണ്. എന്നാൽ ദിനവൃത്താന്തത്തിന്റെ തുടർന്നുള്ള ചരിത്രം നമ്മെ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു. സമ്പത്ത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനും സാധിക്കും. സമ്പത്ത് സ്വയം പാപമല്ല, എന്നാൽ സമ്പത്തിനോടുള്ള അമിതമായ ആസക്തി ആത്മീയ അപകടമാണ്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിൽ ചോദിക്കേണ്ടത് എനിക്കെത്രയുണ്ട് എന്നതിലുപരി എനിക്കുള്ളത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. സമ്പത്തും വ്യാപാരവും നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ ഭരണകാലത്ത് അന്താരാഷ്ട്ര വ്യാപാരം വളർന്നു. രാജ്യം മറ്റു ദേശങ്ങളുമായി ബന്ധപ്പെട്ടു. കുതിരകളും രഥങ്ങളും മറ്റു വസ്തുക്കളും വ്യാപാരത്തിലൂടെ ലഭിച്ചു. ഇത് സാമ്പത്തിക ജീവിതത്തെയും വിശ്വാസത്തെയും തമ്മിൽ വേർതിരിക്കാനാവില്ലെന്ന് കാണിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. സാമ്പത്തിക പ്രവർത്തനങ്ങളിലും വ്യാപാരത്തിലും തൊഴിൽ രംഗത്തും സത്യസന്ധതയും നീതിയും ദൈവഭയവും പ്രകടമാകണം. ജ്ഞാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്നാൽ ശലോമോന്റെ ജ്ഞാനം അദ്ദേഹത്തെ പ്രശസ്തനാക്കി. എന്നാൽ ജ്ഞാനം ലഭിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം ജനങ്ങളെ നയിക്കുകയും ദൈവത്തിന്റെ നീതി സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ജ്ഞാനം എന്നത് വിവരങ്ങളുടെ ശേഖരം മാത്രമല്ല. യഥാർത്ഥ ദൈവിക ജ്ഞാനം എന്നത് ശരിയും തെറ്റും തിരിച്ചറിയുന്നു, നീതിപൂർവം തീരുമാനിക്കുന്നു, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു, ലഭിച്ച അധികാരം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നു. ഇന്നത്തെ സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും ആവശ്യമായത് അറിവ് മാത്രമല്ല, ദൈവഭയത്തോടു കൂടിയ ജ്ഞാനമാണ്. ശലോമോന്റെ ഭരണത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ ഭരണകാലം 40 വർഷം നീണ്ടുനിന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സമാധാനവും സമ്പത്തും രാജ്യത്തിന്റെ സ്ഥിരതയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഹത്വത്തിനിടയിൽ അധ്യായത്തിന്റെ അവസാനത്തിൽ വളരെ ലളിതമായൊരു സത്യം പറയുന്നുണ്ട്: ശലോമോൻ മരിച്ചു. ഇവിടെ അധ്യായം നമ്മെ മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര ജ്ഞാനമുണ്ടായാലും, എത്ര സമ്പത്തുണ്ടായാലും, എത്ര പ്രശസ്തനായാലും മനുഷ്യന്റെ ജീവിതം അത് അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം സമ്പാദിച്ചതിൽ മാത്രമല്ല, ദൈവത്തിനായി ജീവിച്ചതിലാണ്. ശലോമോന്റെ മരണം ഒരു മഹത്വത്തിന്റെ പരിധിയായി കണക്കാക്കുന്നു. ശലോമോന്റെ ജീവിതം ഒരു വിരോധാഭാസം പോലെ തോന്നുന്നുണ്ട്.
ഒരു വശത്ത് ജ്ഞാനം, സമ്പത്ത്, മഹത്വം, സമാധാനം, അന്താരാഷ്ട്ര പ്രസക്തി. മറുവശത്ത് മനുഷ്യന്റെ പരിമിതി, മരണത്തിന്റെ യാഥാർത്ഥ്യം, ഭൂമിയിലെ മഹത്വത്തിന്റെ നശ്വരത. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയത്തിനും മരണത്തെ കീഴടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിസ്തീയ പ്രത്യാശ ഭൗമിക മഹത്വത്തിലല്ല, ക്രിസ്തുവിലുള്ള നിത്യജീവനിലാണ്. ഇവിടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ ജ്ഞാനം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു മുൻ രൂപമായി നമുക്ക് കാണാം. ശേബാരാജ്ഞി ദൂരദേശത്ത് നിന്ന് ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാനായി വന്നു. പുതിയ നിയമത്തിൽ യേശു തന്നെ ശേബാരാജ്ഞിയെക്കുറിച്ച് പരാമർശിച്ച് പറയുന്നത്, ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 42-ാമത്തെ വാക്യം. എന്നാൽ യേശു തുടർന്ന് പറയുന്നത്, ഇതാ ശലോമോനിലും വലിയവൻ ഇവിടെ. അതിനാൽ ശലോമോന്റെ ജ്ഞാനം യേശുക്രിസ്തുവിന്റെ പരിപൂർണ ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ശലോമോൻ ജ്ഞാനിയായ രാജാവായിരുന്നു. ക്രിസ്തു ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. ഇന്നത്തെ സഭയെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സാക്ഷ്യമാകണം. ശേബാരാജ്ഞി ശലോമോന്റെ ജീവിതത്തിൽ കണ്ടത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ് അവളെ നയിച്ചത്. അതുപോലെ നമ്മുടെ കുടുംബവും ജോലിയും സഭാ ശുശ്രൂഷയും സാമൂഹിക ജീവിതവും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കണം. ദൈവിക ജ്ഞാനം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. നമുക്ക് ലഭിച്ച അറിവും കഴിവും സ്ഥാനവും സ്വാർത്ഥതയ്ക്കായി ഒരിക്കലും ഉപയോഗിക്കരുത്. അനുഗ്രഹത്തിന്റെ ഉറവിടം മറക്കരുത്. സമ്പത്തും ജ്ഞാനവും ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. അനുഗ്രഹം ദൈവത്തെ മറക്കാനുള്ള കാരണമാകരുത്. ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്താനുള്ള അവസരമായി മാറണം. സമ്പത്ത് എന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം നൽകുന്ന സമ്പത്ത് ദരിദ്രരുടെയും ആവശ്യക്കാരുടെയും സഭയുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി ഉപയോഗിക്കണം. പ്രശസ്തിയേക്കാൾ സ്വഭാവം പ്രധാനമാണ്. ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലുപരി ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. ഭൗമിക മഹത്വം നശ്വരമാണ്. ശലോമോന്റെ മഹത്വം വലിയതായിരുന്നു, എന്നാൽ അവനും മരിച്ചു. അതിനാൽ നിത്യമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായി നമ്മെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില പ്രധാന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കാറുണ്ടോ? ദൈവം നൽകിയ ജ്ഞാനം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ ദൈവത്തെ മറക്കുന്നുണ്ടോ? സമ്പത്ത് എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അകറ്റുന്നുണ്ടോ? എൻ്റെ പ്രശസ്തിയേക്കാൾ ദൈവത്തിൻ്റെ മഹത്വത്തിനാണോ ഞാൻ പ്രാധാന്യം നൽകുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണോ? ശലോമോനിലും വലിയവനായ ക്രിസ്തുവിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 9-ാം അധ്യായം ശലോമോന്റെ മഹത്വത്തിന്റെ ഉന്നതിയെ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ ആഴത്തിലുള്ള സന്ദേശം മനുഷ്യന്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയുമാണ്. ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനം കണ്ടപ്പോൾ അവന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാണ് ശലോമോന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം. ദൈവം നൽകിയ ജ്ഞാനവും സമ്പത്തും സ്ഥാനവും അവനിൽ അവസാനിച്ചില്ല. അവയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തി. എന്നാൽ അധ്യായത്തിന്റെ അവസാനം ശലോമോന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശം മനുഷ്യന്റെ എല്ലാ ഭൗമിക മഹത്വത്തിനും ഒരു പരിധിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമ്പത്ത് അവസാനിക്കും, അധികാരം അവസാനിക്കും, പ്രശസ്തി അവസാനിക്കും, ജീവിതം പോലും അവസാനിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിലനിൽക്കും. ക്രിസ്തുവിലുള്ള പ്രത്യാശ അത് നിത്യമാണ്. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവം നൽകുന്ന ജ്ഞാനവും സമ്പത്തും സ്ഥാനവും നമ്മുടെ മഹത്വത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനാണ്. ഭൗമിക മഹത്വം നശ്വരമാണ്. അതിനാൽ ശലോമോനിലും വലിയവനായ ക്രിസ്തുവിൽ നിത്യമായ ജ്ഞാനവും സമ്പത്തും നാം അന്വേഷിക്കണം.
ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.